ശരി, ഇനി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വന്നാൽ ഏറ്റവും രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര. അവിടെ കെ ശൈലജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം, വ്യക്തിഹത്യ ഒക്കെ നടത്തിയെന്നുള്ള വലിയ പരാതികൾ, അതുമായി ബന്ധപ്പെട്ട കേസും അറസ്റ്റും നടപടികളും ഒക്കെ നടക്കുകയാണ്. അതിനിടയിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണ കേസിൽ എന്തിനാണ് തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ. തന്റെ പേര് ഉന്നയിക്കുന്നത് ബോധപൂർവമാണ്, സംഭവത്തെ നിയമപരമായി നേരിടുമെന്നും UDF സ്ഥാനാർത്ഥി മീഡിയ വണ്ണിനോട് പറഞ്ഞു. വടകരയിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹവും പിന്തുണയുമാണ് ആരോപണത്തിന് പിന്നിൽ. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കേസെടുക്കണം. രമ്യ ഹരിദാസിന്റെ വിഷയത്തിൽ എന്താണ് കേസെടുക്കാത്തതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. ഷാഫി, ഇപ്പം ഷാഫി ഇത് നിയമപരമായി നേരിടുമെന്നാണ് പറയുന്നത്, സൈബർ അറ്റാക്ക്. എന്താണ് ഷാഫിയുടെ ഒരു മുന്നോട്ടുള്ള നീക്കം? അല്ല, അതിനകത്ത് ഒന്നും ഞാൻ മനസ്സറിഞ്ഞ ഒരു കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ ചിത്രം മോർഫ് ചെയ്തിട്ട് എനിക്കൊരു ബെനിഫിറ്റും ഇല്ലാത്ത കാര്യം ഞാൻ മനസ്സറിഞ്ഞ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. അപ്പൊ അവർക്ക് അത് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ ചിത്രം കണ്ടിട്ടേ ഇല്ല. ടു ബി ഫ്രാങ്ക് വിത്ത് യു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാണുകയും വേണ്ട. പക്ഷേ അത് ചെയ്തിട്ട് എനിക്കൊരു ഗുണമില്ലാത്ത കാര്യം ഞാൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യലാണ്. അങ്ങനെ ചെയ്യുന്നതിനകത്തുള്ള പരാതിയോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ചയിൽ നിൽക്കരുതെന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറകിലാണ് അത് പറയുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്രയോ വർഷമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. എത്രയോ വർഷമായിട്ട് അസംബ്ലിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്, നവമാധ്യമങ്ങളിൽ ഞാൻ ഇടപെടുന്നുണ്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പോലും ഉപയോഗിച്ചതിന്റെ പേരിൽ എൻ്റെ പ്രസംഗത്തിൽ നിന്നൊരു വാചകം പോലും നീക്കിയതായിട്ട് ഇതുവരെ ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ ബോധപൂർവ്വം എൻ്റെ പേര് അതിലേക്ക് വലിച്ചഴക്കുന്നത് എന്താ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടി എടുത്തോട്ടെ. അതിനിവിടെ പോലീസും സംവിധാനങ്ങളൊക്കെ ഇല്ല, അതൊന്നും ഞങ്ങൾ ചെയ്യണോ? പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, എല്ലാ പുറത്തുള്ള ആളുകൾക്കെതിരെ ഇങ്ങനെ നടപടി എടുക്കണം. രമ്യ ഹരിദാസിന്റെ കമന്റുകൾ നിങ്ങൾ വായിച്ചോ? ഇതിലൊരു ആരെങ്കിലും അവർ കേസ് എടുത്തിട്ടുണ്ടോ? ആരെങ്കിലും അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതെന്താ ഒരു സൈഡിൽ മാത്രം മതിയോ? ഇതിപ്പോ നിയമപരമായി നേരിടുന്നു പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമ്മൾ അതിന്റെ കേസ് കൊടുത്തോ? എങ്ങനെയാണ് അതിന്? ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരത് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് എഴുതിയ രേഖാമൂലവും പത്രസമ്മേളനത്തിലും പറയാം ഞാൻ അറിഞ്ഞ് ചെയ്യിപ്പിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഒരു കമന്റ് ഇട്ടവൻ എൻ്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്ന്, ബോംബ് പൊട്ടിച്ചവൻ ഫോട്ടോ ഇട്ട് അതിൽ ബന്ധമില്ല. കമന്റ് ഇട്ടവൻ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വലിയ സീരിയസ് ഇഷ്യൂ ആണല്ലേ. ഞങ്ങൾക്ക് ഇഷ്യൂസ്, നല്ല ഇഷ്യൂസ് ജനങ്ങളുടെ മുമ്പിൽ പറയാണ്ട്. 7 മാസമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല. കേന്ദ്രത്തിലാണെങ്കിൽ ഈ പറയുന്നത് പോലെ 40 രൂപക്ക് പെട്രോളും ഇല്ല, ഡീസലും ഇല്ല, ഗ്യാസും ഇല്ല, ഒന്നുമില്ല. 2 കോടി തൊഴിലവസരങ്ങളില്ല. ഇവിടെ ശമ്പളം മുടങ്ങി, ലംസം ഗ്രാൻഡുകൾ മുടങ്ങുന്നു, ഉച്ചക്കഞ്ഞി പ്രതിസന്ധിയിലാവുന്നു, RC ബുക്ക് അയച്ചു കൊടുക്കുന്നില്ല, സിദ്ധാർത്ഥന്റെ മരണം നടക്കുന്നു, പാനൂരിൽ ബോംബ് പൊട്ടിയിട്ട് ചെറുപ്പക്കാരൻ മരിച്ചു. ഞങ്ങൾ എന്തിനാ ഇല്ലാത്തത് പറയണേ? ഉള്ളത് തന്നെ ധാരാളം പറയണ സമയം കിട്ടുന്നില്ല. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ജനതയ്ക്ക് അടുത്ത് നമ്മൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് ലീഡർഷിപ്പിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇത് മുഴുവൻ ചർച്ച ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പണിപ്പെട്ടിട്ട് മോർഫിപ്പിച്ചിട്ട് അത് പ്രചരിപ്പിക്കാൻ നിൽക്കുകയാണോ? ഞങ്ങൾക്ക് ഉള്ളത് തന്നെ ഒരുപാടെണ്ണം പറയാനുണ്ട്. ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ, ഇനി നമ്മുടെ ഒരു പ്രതീക്ഷ ഈ ജനങ്ങൾ തന്നെയല്ലേ? അല്ല, എൻഡ് ഓഫ് ദ ഡേ അവരാണല്ലോ തീരുമാനം എടുക്കുന്നത്. അവരുടെ തീരുമാനമാണല്ലോ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം തോക്കണം തീരുമാനിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് പോസിറ്റീവാണ്. ഞാൻ കഴിഞ്ഞ 3 ഇലക്ഷനിൽ മത്സരിച്ച ഒരു എക്സ്പീരിയൻസേ എനിക്കുള്ളൂ. എനിക്ക് പൊതുപ്രവർത്തനത്തിന് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളൂ, എൻ്റെ വയസ്സിന് ഇത്ര എക്സ്പീരിയൻസേ ഒക്കെ ഉള്ളൂ. അത് വെച്ച് ഞാൻ നോക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എനിക്കിതൊരു ഫേവറബിൾ ഇലക്ഷൻ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് മറിച്ചാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ശരി, വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മീഡിയ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി പ്രശ്നങ്ങൾ, ജനകീയ വികസന പ്രശ്നങ്ങൾ ഉയർത്താനുള്ളപ്പോൾ എന്തിനാണ് ഇത്തരം മോർഫ് ചെയ്ത് അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്താൻ താൻ തുനിയുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുപോലെ കേസെടുക്കുകയാണെങ്കിൽ, കെ ശൈലജ ടീച്ചർക്കെതിരെ വ്യക്തിഹത്യ നടത്തിയ ആൾക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ രമ്യ ഹരിദാസിന്റെ കാര്യത്തിലും ഇതേ സമീപനം പോലീസ് പാലിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്.